ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വിക്സോർട്ട് അൽഗോരിതത്തിനെ പറ്റിയാണ്. അപ്പോൾ ക്വിക്സോർട്ട് അൽഗോരിതം നമുക്കറിയാം, ഒരു സോർട്ടിംഗ് അൽഗോരിതം ആണ്. ഇത് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡിൽ വരുന്നതാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് ഓഫ് നെയിം ആണ്. അതായത് എൻ്റെ കയ്യിൽ നെയിംസ് ആണുള്ളത്, ഒരു ഇൻറ്റിജർ അറയല്ല ഉള്ളത്, എൻ്റെ കയ്യിൽ ഒരു നെയിംസ് ആണുള്ളത്. അത് അസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അസെൻഡിങ് ഓർഡറിലാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഞാനാണെങ്കിൽ എനിക്ക് സോർട്ടിന്റെ അൽഗോരിതം എൻ്റെ കയ്യിലുണ്ട്. ക്വിക്ക് സോർട്ട് എന്ന് പറയുന്ന അൽഗോരിതം, ഇത് നിങ്ങളുടെ ഡേറ്റ സ്ട്രക്ചറിൽ പഠിക്കുന്ന അൽഗോരിതം തന്നെയാണ്. രണ്ട് അൽഗോരിതം പാർട്ടീഷനും ഉണ്ട്, ക്വിക്ക് സോർട്ടും ഉണ്ട്. ഈ രണ്ട് അൽഗോരിതംസ് എനിക്ക് എങ്ങനെ എൻ്റെ പ്രോഗ്രാമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ അൽഗോരിതം ഒന്നും ഡിഫൈൻ ചെയ്യുന്നില്ല, ഇതിന്റെ അൽഗോരിതവും ഇതിന്റെ വർക്കിംഗ് ഒന്നും ഡിഫൈൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതാണ് അൽഗോരിതം, ഞാൻ ഇതിനെ എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ രണ്ട് അൽഗോരിതംസ് ആണുള്ളത്. ഇത് നമ്മുടെ ക്വിക്ക് സോർട്ടിന്റെ അൽഗോരിതമാണ്. ക്വിക്ക് സോർട്ട് എന്ന് പറയുന്നതിന്റെ അൽഗോരിതമാണ്. APR ആണ് എനിക്ക് വരുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് എൻ്റെ പാർട്ടീഷന്റെ അൽഗോരിതമാണ്. ഈ പാർട്ടീഷനും ഇതും നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇതൊരു ഫംഗ്ഷനായിട്ട് ഞാൻ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒരു ക്ലാസ്സിനകത്ത് എഴുതാൻ പോകുന്നു. ക്ലാസ് ടെസ്റ്റ്. ഇതിൻ്റെ അകത്ത് രണ്ട് ഫംഗ്ഷൻ ഞാൻ എഴുതുന്നു, രണ്ട് സ്റ്റാറ്റിക് ഫംഗ്ഷൻ എഴുതുന്നു. ഫസ്റ്റ് വൺ ക്വിക്ക് സോർട്ട്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് ക്വിക്ക് സോർട്ട്. എന്താ ചെയ്യേണ്ടത്? ഒരു സ്ട്രിങ് അറയാണ് എനിക്ക് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു സ്ട്രിങ് അറേ A ആണ്. ദെൻ അതിൻ്റെ ലോവർ ഇൻഡെക്സും അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും പാസ് ചെയ്യുക, Pയും Q. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഇഫ് P ലെസ് ദാൻ R ആണെങ്കിൽ ഞാൻ എന്തിനെ കോൾ ചെയ്യണം? P ലെസ് ദാൻ R ആണെങ്കിൽ ഞാൻ Q ഈസ് ഈക്വൽ ടു പാർട്ടീഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുക. Q എന്താണ്? അപ്പോൾ Q എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. Q എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ആണ് തരുന്നത്. A പാസ് ചെയ്യുക, P പാസ് ചെയ്യുക, R പാസ് ചെയ്യുക. ദെൻ അതിനുശേഷം ക്വിക്ക് സോർട്ട് വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വിക്ക് സോർട്ട് A, P, Q minus 1. Then quick sort of A, Q plus 1, R. ഞാൻ ഇവിടെ എന്താണോ അൽഗോരിതത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന അത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ക്വിക്ക് സോർട്ട് കഴിഞ്ഞു, ക്വിക്ക് സോർട്ടിന്റെ ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് പബ്ലിക് സ്റ്റാറ്റിക് ഇൻറ്റ്, ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ I+1 എന്ന് പറയുന്ന റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത് എഴുതി. സ്ട്രിങ് A, ഒരു സ്ട്രിങ് അറേ ആണ് ഞാൻ പാസ് ചെയ്യുന്നത്. ഇൻറ്റ് P, ഇൻറ്റ് R, അത് ഞാൻ പാസ് ചെയ്യാണ്. എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ട്രിങ് X is equal to A of R. അതായത് ലാസ്റ്റ് കിടക്കുന്ന എലമെന്റ്, അതായത് ഒരു സ്ട്രിങ് ആയിരിക്കുമല്ലോ, അതിനെ ഞാൻ എക്സിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ഐയുടെ വാല്യൂ P-1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ ഇൻറ്റ് J is equal to P, J less than or equal to R-1, J++. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് A of J ലെസ് ദാൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു X. അപ്പൊ ഇത് നമുക്ക് ഇതെന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കുള്ളത് എന്താണ്? ഒരു അറയാണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രിങ് അറയാണ്. സോ കമ്പയർ ടു X ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, അപ്പോൾ A of J ലെസ് ദാൻ 0 എന്ന് പറയുന്നത് ഇങ്ങനെയാക്കി എഴുതുക. A of J ഡോട്ട് കമ്പയർ ടു
എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, അതിനെ ഐനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാം. ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ എന്നിട്ട് എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക. സോ സ്ട്രിങ് temp ഈസ് ഈക്വൽ ടു a of i is equal to a of j is equal to a temp. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു, സ്വാപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ സ്വാപ്പ് ചെയ്യുക. സ്വാപ്പ് കോഡ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ എഴുതാൻ പോവാണ് വിത്ത് a of r. എന്താണ്, a of r വെച്ചാണ് അടുത്തത് സ്വാപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അൽഗോരിതം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. a of rഉം a of i plus 1ഉം കൂടെ സ്വാപ്പ് ചെയ്യുക. i plus 1ഉം കൂടെ സ്വാപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, റിട്ടേൺ i plus 1. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ക്വിക്ക് സോർട്ടിൻ്റെ അൽഗോരിതം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു, ജാവയ്ക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഐ എം ഗോയിങ് ടു കോൾ ദി സ്റ്റാറ്റിക് ഫംഗ്ഷന് എഴുതാൻ പോവാണ്. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സ്കാനർ വാങ്ങിച്ചു. സ്കാനർ sc ഈസ് ഈക്വൽ ടു ന്യൂ സ്കാനർ ഓഫ് system.in. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യം എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ലിമിറ്റ് എത്ര ആൾക്കാരുടെ പേരാണ് വാങ്ങിക്കേണ്ടത്. system.out.println എൻ്റർ ദി ലിമിറ്റ് വാങ്ങിച്ചു. n is equal to sc.next int sc.next line. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, n എന്ന് പറയുന്ന കാര്യം എനിക്ക് കിട്ടി. അപ്പോൾ സ്കാനർ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം, ഇമ്പോർട്ട് java.util.scanner ഇമ്പോർട്ട് ചെയ്യണം. അത് ഇമ്പോർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഞാൻ യൂസറിൻ്റെ നിന്ന് നെയിംസ് എൻ്റർ ചെയ്യാൻ പോവാണ്. എൻ്റർ ദി നെയിംസ്. ഓക്കെ, for i is equal to i less than n i plus plus എന്ത് ചെയ്യാണ്, a of i is equal to sc.next line. അപ്പോൾ a എന്ന് പറയുന്ന അറേ എനിക്ക് വേണം. ഓക്കെ, സ്ട്രിങ് അറേ എനിക്ക് വേണം. സോ ന്യൂ സ്ട്രിങ് n സൈസിലുള്ള അറേ ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് n എന്ന് പറയുമ്പോൾ എത്ര പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രയും പേരുള്ള ഒരു അറേ ഞാൻ മേടിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എക്കകത്തോട്ട് വാല്യൂസ് മേടിച്ചു. ഇനി ഞാൻ എന്തിനെ ക്വിക്ക് സോർട്ട് പെർഫോം ചെയ്യാൻ പോവാണ്. 0 പാസ് ചെയ്യുക, n-1 പാസ് ചെയ്യുക. ഓക്കെ, n-1 അല്ലെ അപ്പർ ബൗണ്ട്, 0 ആണ് ലോവർ ബൗണ്ട്. ഓക്കെ, അത് പാസ് ചെയ്യുക. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുക, ഒന്നും കൂടെ പ്രിന്റ് ചെയ്ത് കാണിക്കുക, സോർട്ടഡ് ആയോ എന്നറിയാൻ വേണ്ടി. i പ്ലസ് പ്ലസ് ഞാൻ ഒരൊറ്റ ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് println കൊടുക്കാം. println a of i. ഓക്കെ, അപ്പോൾ നമുക്കൊരു സോർട്ട് ചെയ്തതെന്ന് പറഞ്ഞ് ഒരു system.out.println ആഫ്റ്റർ ക്വിക്ക് സോർട്ട് എന്നും കൂടെ നമുക്ക് പറയാം. ആഫ്റ്റർ ക്വിക്ക് സോർട്ട് എന്നും കൂടെ ഞാൻ എഴുതും. നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ കുറേ എറേഴ്സ് ഉണ്ട്. ഇപ്പോൾ എന്താണ്, a of j ഈക്വൽ ടു എന്നൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ a of j എവിടെയോ ഈക്വൽ ടു എന്ന് ഞാൻ എഴുതിയിട്ടില്ല. ഇവിടെയും ഞാൻ ഈക്വൽ ടു എന്ന് എഴുതിയിട്ടില്ല. ഓക്കെ, അത് എറർ മാറി കാണും. നോക്കാം, എറർ എല്ലാം മാറി. ഓക്കെ,
ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ടെസ്റ്റ് ജാവ ടെസ്റ്റ്. അപ്പോൾ 5 പേരാണ് ഞാൻ പറയുന്നത്. ഒന്ന് പ്രതീഷ്, ഒന്ന് അടുത്ത പേരെന്ന് പറയുന്നത് സംഗീത്, അടുത്ത പേര് പൂർണിമ, അടുത്ത പേര് കാർത്തി, അടുത്ത പേര് അച്യുത്. അപ്പോൾ ഞാൻ ക്വിക്ക് സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അസെൻഡിങ് ഓർഡറിൽ എനിക്ക് എന്ത് കിട്ടി? പേര് ഡിസ്പ്ലേ ചെയ്തത്. അപ്പോൾ ഇതാണ് സോർട്ടിംഗ് പ്രോബ്ലം.